ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന് തുടക്കത്തിൽ കുറോയെ തട്ടിക്കൊണ്ടുപോയത് അറിഞ്ഞ് റീക്കോ ടെൻഷനാവുന്നു. കുറോയുടെ കൂടെ ഗെറ്റോ ഇല്ലേ എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടെ എന്താ സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. നിങ്ങൾ വളരെ സ്പീഡിൽ പോവില്ലേ, പിന്നെ നിങ്ങൾക്ക് അധികം ഫൈറ്റിംഗ് സ്കിൽസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയി ഗോജോയെ സഹായിക്കണം. ഇവരെ പോലെ വേറെ ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ ഞാൻ നോക്കിക്കോളാം എന്ന് കുറോയി പറയുന്നു. പക്ഷേ ഗെറ്റോ അവിടുന്ന് പുറപ്പെട്ട അതേ സമയം അവളെ ആരൊക്കെ ചേർന്ന് കിഡ്നാപ്പ് ചെയ്യുന്നു. ഇതെന്റെ തെറ്റാ. അവൾക്ക് വേണ്ടത് റീക്കോനെയല്ലേ. അവളുടെ മേൽ കൈവെക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവളെ അവിടെ ഒറ്റയ്ക്ക് വിട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് ഗെറ്റോ പറയുന്നു. ആ ശരി, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പകരം ഇവളെ ചോദിക്കും, അല്ലെങ്കിൽ ഇവളെ തന്നില്ലെങ്കിൽ അവളെ കൊല്ലുമെന്ന് പറയും എന്ന് ഗോജോ പറയുന്നു. എന്തായാലും നമുക്കിപ്പോ ജുജുത്സു ഹൈയിലോട്ട് പോവാം. കുറോയെ രക്ഷിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും പറഞ്ഞുവിടാം. ഷോക്കോ അതുപോലെ കുറെ പേരുണ്ടല്ലോ, അവരാരെങ്കിലും പറഞ്ഞുവിടാം. ഇത് കേട്ട് റീക്കോ ടെൻഷൻ ആവുന്നു. അതൊന്നും പറ്റില്ല, നമുക്ക് അവളെ പോയി രക്ഷിച്ചേ പറ്റൂ. ദയവ് ചെയ്ത് നിങ്ങൾ അവരെ രക്ഷിക്കണം. ജുജുത്സു ഹൈയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളെ കാണാൻ സാധിക്കില്ല. ഞാനും ടെൻകണും ഒന്നാവുന്നതിന് മുൻപ് എനിക്ക് അവളോട് ഞാൻ പോവുകയാണെന്ന് പറയണം. ഇത്രയും കാലം എന്നെ നോക്കിയതല്ലേ എന്ന് റീക്കോ പറയുന്നു. ഇത് കേട്ട് ഗോജോക്ക് ഫീൽ ആവുകയാണ്. ശരി, ഞങ്ങൾ അവളെ പോയി രക്ഷിക്കാം എന്ന് ഗോജോ പറയുന്നു. ഇത് കേട്ട് റീക്കോ, ഞാനും നിങ്ങളുടെ കൂടെ വരും, എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല എന്ന് പറയാണ് റീക്കോ. ഇത്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ നിനക്ക് വിശ്വാസമില്ലേ എന്ന് ഗോജോ അവളോട് ചോദിക്കുന്നു. ശരി, നീ വന്നോ. അവിടെ ചെന്ന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കൂല മോളെ. അതിന് ഓക്കെയാണോ എന്ന് ഗോജോ ചോദിക്കുന്നു. ആ ഓക്കെയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരും, എനിക്ക് അവളെ രക്ഷിക്കണം എന്ന് റീക്കോ പറയുന്നു. അവിടെ കട്ട് ചെയ്താ ഇവർ 4 പേരും ബീച്ചിൽ വളരെ ജോളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. തട്ടിക്കൊണ്ടുപോയ കുറോയും അവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്താണ് ഗോജോയും ഗെറ്റോയും കുറോയും പോയിട്ട് അവളെ രക്ഷിച്ചിരിക്കുന്നു. അവളെ പിടിച്ചോണ്ട് പോയതാണെങ്കിൽ സ്റ്റാർ റിലീജിയസ് ഗ്രൂപ്പാണ്. അവരുടെ കയ്യിൽ യാതൊരുവിധ ടെക്നിക്സും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അവളെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷെ കുറോയി ആണെങ്കിൽ ഇപ്പൊ വളരെയധികം നാണം കെട്ടിരിക്കുകയാണ്. കാരണം ക്യൂ ഗ്രൂപ്പ് അവളെ തട്ടിക്കൊണ്ടുപോകായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് ഒന്നിനും കൊള്ളാത്ത സ്റ്റാർ ഗ്രൂപ്പാണ് അവളെ തട്ടിക്കൊണ്ടുപോയത്. സോ അതിന്റെ വിഷമത്തിലിരിക്കുവാണ് പുള്ളിക്കാരി. ആ അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ എന്ന് കുറോയി ചോദിക്കുന്നു. ഇല്ല, ഫ്ലൈറ്റിൽ കയറി ഉടനെ തന്നെ അവിടെയുള്ള എല്ലാവരെയും ഗോജോ നിരീക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിന് പുറത്ത് എന്റെ ഡ്രാഗണും ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഗെറ്റോയും പറയുന്നു. ഞാനിപ്പോ ആലോചിക്കുന്നത് അതല്ല, ഈ ടോക്കിയോയില് എവിടെയെങ്കിലുമൊക്കെ നിന്നെ തട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു, അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യായിരുന്നു. അല്ല, ഈ ഒക്കീന വരെ എന്തിനാ നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് ഗെറ്റോ അവളോട് ചോദിക്കുന്നു. സോ ടോക്കിയോയിൽ നിന്നും ഒക്കീന എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഇവളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ടാണ് ഗെറ്റോയും റീക്കോയും ഗോജോയും അവളെ രക്ഷിച്ചത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ മൂൺ ഡേയുടെ അന്നല്ലേ ടെൻകന്റെ കൂടെ റീക്കോ ഒന്നാവുന്ന സമയം. സോ ന്യൂ മൂൺ ഡേക്ക് ഇനിയും 2-3 ദിവസമുണ്ട്. മാത്രമല്ല, റീക്കോയെ പിടിക്കാൻ വേണ്ടി അണ്ടർഗ്രൗണ്ട് വെബ്സൈറ്റിൽ ഒരു ടൈം ലിമിറ്റ് ഇല്ലേ, അത് തീരുന്നതിന് മുൻപ് നിങ്ങൾ ജുജുത്സു ഹൈയിലോട്ട് പോകരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവരെന്നെ ഇത്രയും ദൂരം തട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്തൊരു കാട്ടിനകത്ത് നിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ അവർക്ക് എന്ന് ചോദിക്കുകയാണ് ഗെറ്റോ. പെട്ടെന്നാണ് കുറോയി ആ കാര്യം ചോദിക്കുന്നത്. പ്ലെയിനിൽ വെച്ച് ഇനി ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഒരു പക്ഷേ എയർപോർട്ടിൽ വെച്ച് എന്തെങ്കിലും ചെയ്യുമായിരിക്കോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞങ്ങളെ പോലെ തന്നെ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടും വേറെയും കുറച്ച് പേർ വന്നിട്ടുണ്ട്. ആരാടാന്നും പറഞ്ഞ് നോക്കുന്ന സമയത്ത് കെൻഡോ നനാമിയും യു ഹൈബറ എന്ന് പറയുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെയാണ് അവർ അയച്ചിരിക്കുന്നത്. സോ ഇവർ രണ്ടുപേരും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഗോജോയും ഗെറ്റോയും ഒക്കെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസും. അതിൽ ഹൈബറ ഒരുപാടധികം എക്സൈറ്റഡ് ആണ്. ഗെറ്റോക്ക് ഇവന്റെ പവർ മൊത്തം കാണിച്ചു കൊടുത്ത് ഗെറ്റോയെ ഇംപ്രസ് ചെയ്യണമെന്നാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു ചാൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. ഇതേസമയം മറ്റൊരു ഭാഗത്ത് ഗോജോയും റീക്കോയും വെള്ളത്തിൽ കടന്ന് വളരെയധികം ജോലിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് കുറോയി, എപ്പോ വേണമെങ്കിലും നമ്മളെ പിടിക്കാൻ ആൾക്കാർ വരും, ചിലപ്പോൾ മരിക്കുകയും ചെയ്യും, അപ്പോഴാണ് ഈ കടന്ന് കളിക്കുന്നത്, ഇതൊക്കെ അതിന് ആവശ്യമാണോ എന്ന് ചോദിക്കുന്നത്. ഇത് കേട്ട് ഗെറ്റോ, ഗോജോക്ക് അവളോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗോജി ഇതൊക്കെ കാണിക്കുന്നത് എന്ന് പറയുന്നു. ശരി, സമയമായി, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഗെറ്റോ ഗോജോയോട് പറയുന്നു. പോവാണെന്ന് കേട്ടപ്പോ റീക്കോയുടെ മുഖം ആകെ അങ്ങ് വാടുന്നു. ഇത് കണ്ട് ഗോജോ, നമുക്ക് ഇന്ന് കൂടി ഇവിടെ നിൽക്കാം, നാളെ പോവാം എന്ന് പറയുന്നു. ഇത് കേട്ട് റീക്കോക്ക് ഒരുപാടധികം സന്തോഷമാവുന്നു. എന്തു പറ്റി എന്ന് ഗെറ്റോ ചോദിക്കുന്നു. ഇപ്പൊ ഇവിടെ ക്ലൈമറ്റ് ഓക്കെയാണ്, അത് മാത്രമല്ല ടോക്കിയോനേക്കാൾ ഒക്കിനാവയില് കേഴ്സ് യൂസേഴ്സ് കുറവാണ്, അതുകൊണ്ട് നമ്മളെ ശല്യപ്പെടുത്താൻ അധികം ആളുകൾ വരില്ല എന്ന് ഗോജോ പറയുന്നു. നമ്മൾ പകുതി ദൂരം എത്തിക്കഴിയുമ്പോ സമയത്ത് ആ ബൗണ്ടറി ടൈം കഴിഞ്ഞു പോയാലോ, നമുക്ക് പിന്നെ മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരില്ല എന്നും ഗോജോ പറയുന്നു. ഗോജോ, നീ അപ്പത്തൊട്ട് നിന്റെ ടെക്നിക്ക് ഇതുവരെ റിലീസ് ആക്കിയിട്ടില്ല. ഇന്നും നീ ഉറങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാടധികം ക്ഷീണിക്കും, അതുകൊണ്ടാ പറയുന്നത് നമുക്ക് ജുജുത്സു ഹൈയിലോട്ട് പോവാം എന്ന് ഗെറ്റോ പറയുന്നു. ഇങ്ങനെ പേടിക്കില്ല കൂട്ടുകാരാ, എന്റെ കൂടെ നീ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം എന്ന് ഗോജോ ഗെറ്റോയോട് പറയുന്നു. നനാമി, ഒരു ദിവസം കൂടി അവരവിടെ താമസിക്കുന്നുണ്ടത്രേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ എന്ന് ഹൈബറ എക്സൈറ്റ്മെന്റോട് ചോദിക്കുന്നു. അങ്ങനെ അവർ അന്ന് അവിടെ കയാക്കിംഗ് ചെയ്യുന്നു, ഒരുപാട് പൂക്കളുള്ള പൂന്തോട്ടത്തിലൂടെ നടക്കുന്നു, ഒരുപാട് നല്ല ഫുഡ് കഴിക്കുന്നു.
അങ്ങനെ അന്ന് രാത്രി റീക്കോ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു അക്വേറിയത്തിലോട്ട് പോകുന്നു. അവിടെയുള്ള മീനുകളൊക്കെ കൺകുളിർക്കെ കാണുവാണ്. ജുജുത്സു ഹൈയിൽ എത്തിക്കഴിഞ്ഞ പിന്നെ അവൾക്ക് ഒരിക്കലും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. സോ ആദ്യം അവൾക്ക് അതൊന്നും വലിയ കാര്യമല്ലായിരുന്നെങ്കിലും ഇപ്പൊ അവൾക്ക് ഒരുപാടധികം സങ്കടം വരുന്നുണ്ട്. ഇനി എനിക്ക് ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത്. അങ്ങനെ പിറ്റേ ദിവസം അവർ ജുജുത്സു ഹൈയിലോട്ട് വരുന്നു. ബാരിയറിന്റെ അകത്ത് കയറി ഉടനെ തന്നെ ഗെറ്റോക്ക് സമാധാനാവുന്നു. ഇനി ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേറൊരു കേഴ്സ് യൂസറെ കൊണ്ട് അതിനകത്തോട്ട് വരാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഇവിടെ എത്തി. ഇനി കുട്ടികളെ നോക്കുന്ന പരിപാടിക്കൊന്നും ഞാനില്ല എന്ന് ഗോജോ പറയുന്നു. പെട്ടെന്നതാ ഗോജോയുടെ വയറ്റിനുള്ളിലൂടെ ഒരു കത്തി പുറത്തോട്ട് വരുന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്തതാ ടോജി ഫുഷിഗ്രോ ഇപ്പോ അങ്ങോട്ട് വന്നിരിക്കുന്നു. ഇതെങ്ങനെ നടക്കും? ബാരിയറിന്റെ അകത്തോട്ട് ഇവൻ എങ്ങനെ കയറി എന്ന് ഗെറ്റോ ചിന്തിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ഗോജോ ചോദിക്കുന്നത്. ഇതേ സമയമാണോ? ചിലപ്പോ കണ്ടു കാണും, എനിക്ക് ഓർമ്മശക്തി വളരെ കുറവാണ് എന്ന് ടോജി പറയുന്നത്. 6 ഐസോടെ ഗോജോ ഇനത്തിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അത് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ അവിടെ എത്തി. അതിന് മുൻപും അതിന് ശേഷവും ഞാനൊരാൾ പുറകിലുണ്ടെന്നുള്ള കാര്യം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവനെ ഞാൻ ടയർഡാക്കിയത്. അവന്റെ ശക്തി കുറയുന്നത് വരെ ഞാൻ കാത്തിരുന്നത്. ഇതേ സമയം ഗോജോ അവന്റെ ശക്തി ഉപയോഗിച്ച് അവനെ അവിടെ നിന്ന് മാറ്റുന്നു. ഗെറ്റോ ആണെങ്കിൽ അവന്റെ ആ വലിയ വേം ഉപയോഗിച്ച് അവനെ പിടിക്കുന്നു. ഗോജോ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചുകൊണ്ട് വരുവാണ് ഗെറ്റോ. ഏയ് കുഴപ്പമില്ല, എന്റെ അകത്തുള്ള ഓർഗൻസിന് ഒന്നും പറ്റിയിട്ടില്ല. നീയും കൊറോയും റൂക്കോയെ ഇവിടെ നിന്ന് കൊണ്ടുപോ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് ഗോജോ പറയുന്നു. ഇത് കേട്ട് ഗെറ്റോ ഞാനും സഹായിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇല്ല, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് ഗോജോ പറയുന്നു. ഗോജോ പറയുന്നത് കേട്ട് ഗെറ്റോയും മറ്റുള്ളവരും അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഗോജോ, ആരടാ നീ? എന്നെ തൊടാൻ മാത്രം നീ വളർന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ആ വലിയ വേമിന്റെ അടുത്തോട്ട് പോകുന്നു. അപ്പോഴാണ് അതിനെ കീറി മുറിച്ചുകൊണ്ട് അതിനകത്ത് നിന്നും ടോജി പുറത്തോട്ട് വരുന്നത്. നോക്കുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു സ്വടല്ല ടോജിയുടെ കയ്യിലുള്ളത്. ഇത് കണ്ട് ഗോജോ എന്നെ ആക്രമിച്ചത് ഇത് വെച്ചല്ലോ എന്ന് ചിന്തിക്കുകയാണ്. നോക്കുന്ന സമയത്ത് ടോജിയുടെ കൂടെ തന്നെ ഒരു കേൾ സ്പിരിറ്റും ഉണ്ട്. ഇതെന്ത് ഇവന്റെ കൂടെ എന്ന് ചിന്തിക്കുകയാണ് ഗോജോ. ആ സ്റ്റാർ പ്ലാസ്മ വെസലെവിടെ? ഓ, ഓടിപ്പോയോ? എന്റെ കയ്യിൽ നിന്നും എത്ര ദൂരം ഓടി രക്ഷപ്പെടാനാ? എന്തായാലും ഞാൻ അവളെ കൊണ്ട് ഇവിടെ നിന്നും പോവും എന്ന് ടോജി പറയുന്നു. ഇത് കേൾക്കുന്ന ഗോജോ, എടാ മണ്ട, അവളുടെ മുകളിൽ വെച്ചിരുന്ന ബൗണ്ടി ടൈം കഴിഞ്ഞടാ. അത് അവസാനിപ്പിച്ചതേ ഞാനാടാ പ്രാന്ത. നിന്നെ പോലെയുള്ള ആളുകളുടെ മുമ്പിലൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് വേണം അത് നേടിയെടുക്കാൻ. സ്റ്റാർ റിലീജിയസ് ഗ്രൂപ്പിലെ ആളുകൾ ഉക്കിനായിലോട്ട് പോകുന്ന സമയത്ത് എന്താ അവളുടെ കൂടെയുള്ള മന്ത്രവാദികൾക്ക് ഒന്നും പറ്റാത്തെ എന്ന് ചിന്തിച്ച് പേടിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ ബൗണ്ടിക്ക് ഒരു ടൈം ലിമിറ്റ് വെച്ചത്. ടൈം ലിമിറ്റ് അവസാനിച്ചു എന്ന് വിചാരിച്ചല്ലേ നിന്റെ ടെക്നിക്ക് നീ റിലീസായിട്ട് ഇപ്പോ റിലാക്സ് ആയിട്ട് ഇരിക്കുന്നേ എന്ന് ടോജി അവനോട് ചോദിക്കുന്നു. ഇത് കേട്ട് ഗോജോ ടെൻഷൻ ആവുന്നു. ഇപ്പോ അതാണോ ഇവിടെ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ഗോജോ അവനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ അവൻ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നു. ഇത്രയും സ്പീഡിൽ മൂവ് ചെയ്യുന്നത് കണ്ട് ഗോജോ അതിശയത്തോടെ നിൽക്കുന്നു. ഇവന് കേഴ്സ് എനർജി ഇല്ല. ഇതെല്ലാം തന്നെ അവന്റെ കഴിവ് കാരണം അവൻ ഉണ്ടാക്കിയെടുത്തതാണ്. സോ ടോജിക്ക് യാതൊരുവിധ കേഴ്സ് എനർജി ഇല്ല എന്നുള്ള കാര്യം ഗോജോക്ക് മനസ്സിലായിരിക്കുന്നു. ഇതേ സമയം ടോജി ഗോജോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വളരെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഗോജോ ടോജി ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഗോജോ തന്റെ പവർ യൂസ് ചെയ്ത് അവൻ അവിടെ നിന്ന് തെറിപ്പിച്ച് കളയുന്നു. അവിടെയുള്ള ബിൽഡിങ്ങിലെല്ലാം തട്ടിത്തടഞ്ഞുകൊണ്ട് ടോജി അങ്ങ് പോയി വീഴുവാണ്. അങ്ങനെ ഗോജോ അവന്റെ അടുത്തോട്ട് പോകുന്നു. പക്ഷെ ഗോജോക്ക് അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവന്റെ സ്പീഡ് കാരണം. സോ അവന്റെ ശരീരത്തിലുള്ള ആ കേൾ സ്പിരിറ്റിനെ ട്രാക്ക് ചെയ്ത് അവനെ കണ്ടുപിടിക്കാമെന്ന് ഗോജോ തീരുമാനിക്കുന്നു. അതിനു മുമ്പ് അവൻ ഒളിച്ചിരിക്കാൻ പറ്റാത്തതുപോലെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഗോജോ തന്റെ കേഴ്സ് ടെക്നിക് ആംപ്ലിഫിക്കേഷൻ ബ്ലൂ ഉപയോഗിച്ച് മൊത്തമായിട്ടും ഇല്ലാതാക്കുന്നു. സോ ഇനി ടോജി എവിടെ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്താലും ഗോജോക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നീ എവിടെ നിന്ന് വരുമെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുവാണ് ഗോജോ. അപ്പോഴാണ് ഗോജോയുടെ പുറകിൽ നിന്നും ഒരുപാടധികം പ്രാണികൾ വരുന്നത്. ഗോജോയുടെ ചുറ്റും അങ്ങ് നിൽക്കുന്നു. സോ അത് ഗോജോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഗോജോയുടെ കയ്യിൽ ഇൻഫിനിറ്റി ഉള്ളത് കാരണം അതിന് ഗോജോയെ തൊടാനും സാധിക്കില്ല. എന്ന ടോജി എവിടെ നിന്നാണ് വരുന്നതെന്ന് ഗോജോക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് ഗോജോയുടെ ചുറ്റും ആ പ്രാണികൾ നിൽക്കുന്നത്. കുറച്ചു നേരമായിട്ടും ടോജി വരാത്തത് കണ്ട് ഗോജോ ഇനിയൊരു പക്ഷേ അവരെ ആക്രമിക്കാൻ വേണ്ടി പോയി കാണോ എന്ന് ചിന്തിക്കുന്നു. ഇനി അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ഗോജോയുടെ പുറകിലൂടെ വരുവാണ് ടോജി. അവന്റെ കയ്യിലുള്ള വെപ്പൺ യൂസ് ചെയ്ത് ഗോജോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. സോ ടോജിയുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഗോജോക്ക് ടോജിയെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പൊ ആ കയ്യിൽ വെപ്പൺ ഉള്ളത് കൊണ്ട് തന്നെ ഗോജോയുടെ 6 ഐസ് തീർച്ചയായിട്ടും അത് കണ്ടുപിടിച്ച് കാണും. എന്നാൽ ആ വെപ്പൺ അത്രയധികം സ്പീഡിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗോജോക്ക് ചിന്തിക്കാനുള്ള ടൈം അവിടെ കിട്ടിയില്ല. ഗോജോയുടെ ഇൻഫിനിറ്റി തകർത്തുകൊണ്ട് ഗോജോയുടെ കഴുത്തിനിട്ട് കുത്തുവാണ് ടോജി. സോ ടോജി ഉപയോഗിക്കുന്ന ഈ വെപ്പണാണ് കേഴ്സ്ഡ് വെപ്പണിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ. അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ആരെയാണോ അവരുടെ പവർ മനസ്സിലാക്കി അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഈ വെപ്പണിന്റെ പവർ. സോ ഗോജോ ആൾറെഡി ടയർഡ് ആയതുകൊണ്ടും ടോജിയുടെ കയ്യിലുള്ള വെപ്പൺ വളരെയധികം പവർഫുൾ ആയതുകൊണ്ടും മാത്രമാണ് ഗോജോയുടെ ഇൻഫിനിറ്റി ആ വെപ്പൺ തകർത്ത് ഗോജോയുടെ കഴുത്തില് കുത്തി തറക്കാൻ വേണ്ടി സഹായിച്ചത്. സോ ഗോജോയെ വെറുതെ ആക്രമിച്ച് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലെന്ന് ടോജിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഗോജോയെ കൊല്ലാമെന്ന് ടോജി വിചാരിക്കുന്നു. കഴുത്തിന് താഴോട്ട് ആ വെപ്പൺ യൂസ് ചെയ്ത് അങ്ങ് മുറിച്ചു കളയുന്നു. ഗോജോയുടെ കാലങ്ങ് വെട്ടിക്കീറുന്നു.
അങ്ങനെ ഗോജോയുടെ കഥ അവിടെ കഴിഞ്ഞു. ഈ വെപ്പൺ കൊള്ളാലോ, ഞാൻ വിചാരിച്ചതിനേക്കാൾ പവർഫുൾ ആണ്. മാത്രമല്ല എന്റെ പഴയ ശക്തിയൊക്കെ ഇപ്പോഴും എന്റെ അകത്തുണ്ടല്ലേ. ഇനി ഈ ലോകത്തിലെ പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ അത് ഞാൻ മാത്രമാണ് എന്ന് ടോജി പറയുന്നു. ഇതേ സമയമാണ് ടെൻഗന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗെറ്റോനെയും റീക്കോനെയും കുറോയെയും കാണിക്കുന്നത്. റീക്കോ, ഇതിനപ്പുറത്തോട്ട് ഞാൻ ഇനി നിന്റെ കൂടെ വരുന്നില്ല. റീക്കോ, നീ ദയവ് ചെയ്ത് എന്ന് പറഞ്ഞ് കരയാൻ വേണ്ടി നിൽക്കുവാണ് കുറോയ്. പെട്ടെന്ന് തന്നെ റീക്കോ ഓടി വന്ന് അവളെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നു. ഐ ലവ് യു കുറോയ്, ഐ ലവ് യു സോ മച്ച് എന്ന് റീക്കോ അവളോട് പറയുന്നു. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ ഗെറ്റോയും റീക്കോയും ടെൻഗന്റെ അടുത്തോട്ട് പോകുന്നു. ഇതാണ് ടെൻഗന്റെ സ്റ്റേറ്റ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബാരിയേഴ്സിനും ഇതാണ് അടിത്തറ. ടൂൺസ് ഓഫ് സ്റ്റാറിന്റെ മെയിൻ ഹോൾ. ഇവിടെയുള്ള ഈ പടിക്കെട്ട് വഴി നീ താഴെ ഇറങ്ങി അവിടെയുള്ള ഗേറ്റ് കടന്ന് ആ മരത്തിന്റെ അടിവേരില് നീ പോയിരിക്കണം. ജുജുത്സു ഹൈയുടെ ബാരിയറിൽ നിന്നും വിട്ടുപോയ ഒരു സ്പെഷ്യൽ ബാരിയർ ഉണ്ട് അതിനകത്ത്. അങ്ങോട്ട് അനുമതിയുള്ളവർക്ക് മാത്രമേ പോകാൻ സാധിക്കൂ എന്നാണ് പറയാറ്. നിങ്ങൾ ഒന്നു ചേരുന്നത് വരെ ടെൻഗൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തോളും. അതല്ലെങ്കിൽ ഇനി കുറോയുടെ കൂടെ നിനക്ക് തിരിച്ച് വീട്ടിലോട്ട് വേണമെങ്കിലും പോവാം എന്ന് ഗെറ്റോ പറയുന്നു. ഇത് കേട്ട് റീക്കോ ഗെറ്റോയെ നോക്കുന്നു. ഞങ്ങളുടെ ടീച്ചർ ഈ മിഷനെ പറ്റി ഞങ്ങളോട് പറയുന്ന സമയത്ത് ഒത്തുചേരുന്നത് അവളെ ഇല്ലാതാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം പാപമാണെന്ന് ആലോചിച്ച് നോക്കാനും പറഞ്ഞിരുന്നു. ഞാനും സാത്തോറോയും നിന്നെ കാണുന്നതിന് മുമ്പേ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തതാ. ഈ സ്റ്റാർ പ്ലാസ്മ വെസൽ ടെൻഗണുമായി ഒത്തുചേരാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ഗെറ്റോ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒത്തുചേരൽ അങ്ങ് വേണ്ടാന്ന് വെക്കും എന്ന് ഗോജോയും പറയുന്നു. ഓ, നീ സീരിയസ് ആയിട്ട് പറയുവാണോ? അങ്ങനെയാണെങ്കിൽ ടെൻഗണെ എതിർത്ത് ഫൈറ്റ് ചെയ്യേണ്ടി വരും മുത്തേ നമ്മൾ എന്ന് ഗെറ്റോ പറയുന്നു. ഓ, എന്തു പറ്റി? നിനക്ക് പേടിയാണെന്ന് തോന്നുന്നു. ആ, കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇത് വർക്കൗട്ട് ആയിരിക്കും. മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഞങ്ങൾ പവർഫുൾ ആയതുകൊണ്ട് നീ ഇപ്പൊ എന്ത് തീരുമാനം എടുത്താലും നീ സുരക്ഷിതമായിട്ടിരിക്കുന്നത് പോലെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ഗെറ്റോ അവളോട് പറയുന്നു. ഞാൻ ജനിച്ചപ്പോ തൊട്ടേ ഞാൻ സ്പെഷ്യൽ ആണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ വളരെ വ്യത്യസ്തയാണെന്ന് എല്ലാവരും പറഞ്ഞു. സ്പെഷ്യൽ ആയിട്ടിരിക്കുന്നത് പോലും എനിക്കൊരു സാധാരണ വിഷയമായിട്ടാണ് തോന്നിയത്. ഈ ഒരു ഒത്തുചേരലിന് വേണ്ടി കാത്തിരുന്ന് എല്ലാ പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. എന്റെ അച്ഛനും അമ്മയും മരിച്ച ആ ദിവസം എനിക്ക് ഓർമ്മയില്ലെങ്കിലും അതാലോചിച്ച് സങ്കടപ്പെട്ട് ഒറ്റയ്ക്കിരിക്കാന് എന്നെ കൊണ്ട് പറ്റില്ല. എല്ലാവരെയും അവോയ്ഡ് ചെയ്ത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ടെൻഗണുമായിട്ട് ഒത്തുചേർന്ന എല്ലാം നല്ല പോലെ അവസാനിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ തീരുമാനം ഒരുപാടധികം കഷ്ടമാണെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം ഈ സങ്കടവും ഒറ്റപ്പെടലും എല്ലാം ഇല്ലാതാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നാലും ഇനിയും എനിക്ക് അവരുടെ കൂടെ ഒരുപാട് കാലം ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ സ്ഥലവും ചുറ്റി കാണണം, ഒരുപാട് ഫുഡ് കഴിക്കണം എന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇതൊക്കെ തെറ്റാണോ എന്ന് റീക്കോ ചോദിക്കുന്നു. ശരി, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഗെറ്റോ കൈ നീട്ടുന്നു. തനിക്ക് ഇനിയും ജീവിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞ് സന്തോഷത്തോടെ റീക്കോ ഗെറ്റോക്ക് കൈ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. റീക്കോ, പണി കഴിഞ്ഞു, നീ വീട്ടിലോട്ട് പോയിക്കോ മോനെ എന്ന് ടോജി പറയുന്നു. നീ ഇങ്ങോട്ട് എങ്ങനെയാടാ വന്നേ? നീ എന്താ ചോദിച്ചേ? ആ, ഓർമ്മ വന്നു. സാത്തറോ ഗോജോയെ കൊന്നിട്ടാ വന്നേ. സോ ഗോജോയെ കൊന്നു കളയണമെങ്കിൽ ടോജി എത്രത്തോളം പവർഫുൾ ആണെന്ന് ആലോചിച്ചാൽ മതി. ആ ടോജിയാണ് ഇപ്പൊ ഗെറ്റോയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഗെറ്റോ ഇനി സാരക്കാരനല്ല. ഏത് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ കൂടി അടുത്ത ദിവസം വരാം. അതുവരേക്കും